അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡുകളിലായി നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ്. നമ്മൾ ഈ നാമങ്ങൾ പഠിക്കുമ്പോൾ അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ പരിവർത്തിപ്പിക്കേണ്ട ഭാഗങ്ങൾ, എഡിറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ കൃത്യമായി അത് എഡിറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ യഥാർത്ഥ രൂപത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന, ജീവിതത്തിൽ പകർത്തുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പഠനവും ഈ സമയം ചെലവഴിക്കുന്നതെല്ലാം അള്ളാഹു സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അള്ളാഹു അൽ ജമീൽ ആണ്. അൽ ജമീൽ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളവൻ. വിശുദ്ധ ഖുർആനിൽ ഈ ഒരു നാമം നമുക്ക് കാണാൻ സാധ്യമല്ല. എന്നാൽ തിരുവചനങ്ങളിൽ, പ്രവാചകൻ്റെ തിരുമൊഴികളിൽ നമുക്ക് ധാരാളമായി അള്ളാഹു ജമീലാണ് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല ജമീലാണ്, ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു എന്ന് തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ അള്ളാഹു ജമീലാണ് എന്ന് പറയുമ്പോൾ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല പറയുന്നത്, അള്ളാഹുവിൻ്റെ ദാത്തിൽ അള്ളാഹു ജമീലാണ്, സത്തയിൽ ജമീലാണ്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ സിഫാത്തുകളിൽ, വിശേഷണങ്ങളിൽ അള്ളാഹു ജമീലാണ്, ഭംഗിയുള്ളവനാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അഫ്ആലുകളിൽ, പ്രവർത്തനങ്ങളിൽ അള്ളാഹു ജമീലാണ്. അവനോളം ഭംഗിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരാളുമില്ല. അതുപോലെ തന്നെ നാലാമതായി പറഞ്ഞു, അള്ളാഹുവിൻ്റെ അസ്മാഉകളിൽ, നാമങ്ങളിലും ഒരു ഭംഗിയുണ്ട്. നമ്മൾ പഠിച്ച ഓരോ നാമങ്ങൾ എടുത്തു വച്ച് ഇപ്പോൾ നമ്മളിത് പഠിക്കുന്നത് പോലും ആ നാമങ്ങൾ ഏറ്റവും മനോഹരമായതുകൊണ്ടാണ്, ഹുസ്നയായതുകൊണ്ടാണ് അല്ലേ? അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഏറ്റവും മനോഹരമായതും ഭംഗിയുള്ളതും, അതിൽ ആശയപരമായ ഭംഗിയുണ്ട്, അതുപോലെ തന്നെ അതിലെല്ലാവിധത്തിലുള്ള ഭംഗിയുള്ളത് കൊണ്ടാണ് നമ്മളിതൊക്കെയും പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു ജമീലുൻ, അള്ളാഹു ഭംഗിയുള്ളവനാണ്, അള്ളാഹു ആ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു എന്നത് നമ്മൾ ഈ ഹദീസിൽ നിന്ന് പഠിക്കുകയാണ്. ഈ നാമം പഠിക്കുമ്പോൾ അള്ളാഹു ഭംഗി ഉള്ളവനാണ് എന്ന് പറയുന്നതോടൊപ്പം അവനാണ് ഭംഗി സംവിധാനിക്കുന്നവനും, അവനാണ് ഈ ഭംഗിയെല്ലാം സംവിധാനിക്കുന്നതും എന്ന് നമുക്ക് ഹദീസുകൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ ഉറക്കിലായിരുന്ന സമയത്ത് അള്ളാഹുവിനെ സ്വപ്നത്തിൽ കാണുകയാണ്. എന്നിട്ട് ആ ഉറക്കിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഭവം വിവരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഭംഗിയെക്കുറിച്ച് പ്രവാചകൻ ആദ്യം പറഞ്ഞു, റഅയ്തു റബ്ബി, എൻ്റെ റബ്ബിനെ ഞാൻ കണ്ടു, ഫി അഹ്സനി സൂറത്തിൻ, ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടത് ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരവസ്ഥയിലാണ്, ഒരു രൂപത്തിലാണ് ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടത് എന്ന് പറയുമ്പോൾ അള്ളാഹു ജമീലാണ്, അള്ളാഹു ഭംഗിയുള്ളവനാണ്. ആ ജമീൽ നൽകുന്നവനും അള്ളാഹു തന്നെയാണ്. ഈ ലോകത്തിന് ഭംഗിയുണ്ട് അല്ലേ? നമ്മൾ പല സ്ഥലങ്ങളും ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാൻ വേണ്ടി യാത്ര ചെയ്യും. നമ്മൾ കാശ്മീരിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള കാഴ്ചകൾ മനോഹരമാണ്. നമ്മുടെ നാട്ടിലെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ അവിടുത്തെ ഭംഗി ആകർഷിച്ചുകൊണ്ട് പലരും യാത്ര ചെയ്യുന്നു, അത് കാണാൻ വേണ്ടി. വാഹനമെടുത്ത് യാത്ര ചെയ്യുന്നു, ഫോട്ടോകൾ കാണുന്നു, ഫോട്ടോ എടുക്കുന്നു അല്ലേ? ഈ രൂപത്തിൽ ഈ ലോകത്തിനെ അതിൻ്റെ ഭംഗിയിൽ സംവിധാനിച്ചവൻ തന്നെ അള്ളാഹുവാണ്. ഈ ലോകത്തിന് ഇത്ര ഭംഗിയുണ്ടെങ്കിൽ അള്ളാഹുവിന് എത്ര ഭംഗിയുണ്ടാവും? ഈ ലോകത്തെ ഇങ്ങനെ സംവിധാനിക്കാൻ, ഇത്ര ഭംഗിയിൽ സംവിധാനിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു. ആ അള്ളാഹുവിന് എത്ര ഭംഗിയുണ്ടാകും? അതാണ് നമ്മൾ ഈ നാമത്തിലൂടെ പഠിക്കുന്നത്. അള്ളാഹു ജമീലാണ്, അള്ളാഹു ഭംഗിയുള്ളവനാണ്, അവൻ്റെ കയ്യിലാണ് ഭംഗിയുള്ളതും, അവനാണ് മറ്റുള്ളതിനെല്ലാം ഭംഗി നൽകുന്നതും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ
അള്ളാഹ് പറഞ്ഞെന്താ? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും ഭംഗിയുള്ള ഘടനയിലാണ് അള്ളാഹു മനുഷ്യനെ എല്ലാം സൃഷ്ടിച്ചത്. അള്ളാഹുവിനറിയാം ഒരു മനുഷ്യൻ്റെ കണ്ണ് എവിടെ വരണം, ഒരു മനുഷ്യൻ്റെ മൂക്ക് എവിടെ വരണം, ഒരു മനുഷ്യൻ്റെ വായ എവിടെ വരണം, അതെങ്ങനെയായിരിക്കണം, ഏത് ആകൃതിയിലായിരിക്കണം, ഇതൊക്കെ അള്ളാഹു മുൻമാതൃകയില്ലാതെ ഏറ്റവും നല്ല രൂപത്തിൽ, ഏറ്റവും ഭംഗിയുള്ള രൂപത്തിൽ അള്ളാഹു സംവിധാനിച്ചു. അല്ലേ? നമ്മുടെ ശരീരങ്ങൾ തന്നെ അതിനുള്ള തെളിവുകളാണ്. അള്ളാഹു ജമീലാണ് എന്ന് പറയുമ്പോൾ അവനാണ് ജമീൽ നൽകുന്നവൻ, ഭംഗി നൽകുന്നവനും അവനാണ്. അവനിൽ നിന്നാണ് ഭംഗി ലഭിക്കുന്നത്. ഇനി ഭംഗി ഈ ലോകത്ത് സംവിധാനിച്ചത് തന്നെ വ്യത്യസ്ത രൂപത്തിലാണ്. ചില വൃക്ഷങ്ങൾക്ക് ഭംഗിയുണ്ട്, ചില നാടുകൾക്ക് ഭംഗിയുണ്ട്, ചില സ്ഥലങ്ങൾക്കും ചില സ്ഥലങ്ങളുടെ പേരുകൾക്കും ഭംഗിയുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ ശരീരത്തിലും മനുഷ്യൻ്റെ ജീവിതത്തിലും സംവിധാനിച്ച ഭംഗികൾ തന്നെ വ്യത്യസ്തമാണ്. ആളുകൾ വ്യത്യസ്ത നിറങ്ങളായിട്ടുണ്ട്, അതുപോലെ തന്നെ വ്യത്യസ്തമായ കണ്ണുകൾ, രൂപങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ നാട്ടിനും അതിനനുയോജ്യമായ രൂപത്തിൽ ഏറ്റവും ഭംഗിയിൽ അള്ളാഹു സംവിധാനിച്ചു എന്നത് തന്നെ അള്ളാഹുവിൻ്റെ ഭംഗിയെ വിളിച്ചോതുന്നു. അതോടൊപ്പം അള്ളാഹു രൂപത്തിലും നിറത്തിലും സംസാരത്തിലും ശബ്ദത്തിൽ പോലും അള്ളാഹു ഭംഗി നൽകുന്നുണ്ട്. കാരണം എല്ലാവർക്കും ഒരേ ഭംഗിയല്ല ശബ്ദത്തിൽ. അള്ളാഹു ചില ആളുകൾക്ക് നല്ല മധുരമായ ശബ്ദം നൽകി ഭംഗി കൊടുക്കുന്നു, ചില ആളുകൾക്ക് രൂപത്തിൽ ഭംഗി നൽകുന്നു, കളറുകളിൽ ഭംഗി നൽകുന്നു. ചിത്രശലഭങ്ങൾ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതാണ് ഇങ്ങനെ പാറി നടക്കുന്നത് കാണുമ്പോൾ. അതിന് ഏറ്റവും നല്ല രൂപത്തിൽ വർണ്ണങ്ങളാൽ അള്ളാഹു സംവിധാനിച്ചു. ആ ജമീലായ അള്ളാഹുവാണ് ഈ ലോകത്തെല്ലാം എല്ലാ വസ്തുവിനും ജമീൽ നൽകിയിട്ടുള്ളത്, അതായത് ഭംഗി നൽകിയിട്ടുള്ളത് എന്നത് നമ്മൾ തിരിച്ചറിയണം. ഒരു സന്ദർഭത്തിൽ ഒരു സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം കേട്ടിട്ട് തിരിച്ചു ചോദിക്കുകയാണ്. റസൂലുള്ളാഹി ഇങ്ങനെയാണ് പറഞ്ഞത്: അഹങ്കാരം പാടില്ല. ആരെങ്കിലും അണുമണി തൂക്കം അഹങ്കാരത്തോടു കൂടിയാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ചോദിക്കുമ്പോൾ ഒരു സ്വഹാബി തിരിച്ചു ചോദിക്കുകയാണ്: റസൂലേ, അങ്ങനെയാണെങ്കിൽ നല്ല വസ്ത്രം ധരിക്കാൻ പറ്റൂലേ? നല്ല ചെരുപ്പ് ധരിച്ചാലോ? എന്താണ് നല്ല വാഹനം ഉപയോഗിച്ചാലോ? അത് അഹങ്കാരത്തിൽ പെടുമോ എന്നൊരു സംശയത്തിൻ്റെ ചോദ്യം അദ്ദേഹം ഉന്നയിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്: ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അള്ളാഹു ജമീലാണ്, ഭംഗിയുള്ളവനാണ്. എന്നാൽ ആ ഭംഗിയെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നമുക്ക് അള്ളാഹു അനുവദിച്ച മാർഗത്തിലുള്ള അഹങ്കാരമില്ലാത്ത, ധൂർത്തില്ലാത്ത രൂപത്തിൽ നമുക്ക് നല്ല വസ്ത്രം ധരിക്കാം, നമുക്ക് നല്ല ചെരുപ്പ് ധരിക്കാം, നല്ല വാഹനം ഉപയോഗിക്കാം, നല്ല വീട് നിർമ്മിക്കാം. ഇതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ അഹങ്കാരമുണ്ടാകാൻ പാടില്ല, അതോടൊപ്പം ധൂർത്തും പാടില്ല. ഒരാൾക്ക് 100 രൂപയുടെ ചെരുപ്പാണ് വാങ്ങാൻ സാധിക്കുന്നതെങ്കിൽ അയാൾ 200 രൂപയുടെ ചെരുപ്പിലേക്ക് ആകർഷിക്കാനോ അതിനുവേണ്ടി കടം വാങ്ങി അത് വാങ്ങിക്കുന്ന ഒരവസ്ഥയുണ്ടാവാൻ പാടില്ല. അത് ധൂർത്താണ്. ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം വളരെ കുറച്ചു മതി, പക്ഷെ അവൻ ഒരുപാട് ഭക്ഷണങ്ങൾ ഒരുമിച്ച് കൂട്ടി വളരെ കുറച്ച് മാത്രം തിന്നു ബാക്കിയൊക്കെ വേസ്റ്റാക്കി പോകുന്ന ഒരു ധൂർത്തടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു ജമീലാണ്, അള്ളാഹു ഭംഗിയുള്ളവനാണ്, ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നമുക്ക് അനുവദിച്ച മാർഗത്തിൽ അത്തർ പുരട്ടാം, സ്പ്രേ അടിക്കാം, നല്ല വസ്ത്രം ധരിക്കാം. അത് തന്നെ സാധിക്കുന്ന രൂപത്തിൽ അവർക്ക് ഏറ്റവും നല്ല ബ്രാൻഡഡ് ഷർട്ടുകൾ ഉപയോഗിക്കാം. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ അത് ധൂർത്താവാൻ പാടില്ല. അഹങ്കാരമുള്ളവനാകാൻ അതിലൂടെ നിമിത്തമാകാൻ പാടില്ല. ഇത് രണ്ടും റസൂലുള്ളാഹി പ്രത്യേകം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു സന്ദർഭത്തിൽ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം അബൂ ദർദ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അബൂ ദർദ റളിയല്ലാഹു അൻഹു ആ സമയത്ത് അവിടെ ഇല്ല. അവിടെ ഉമ്മു ദർദ റളിയല്ലാഹു അൻഹു ആണ് ഉള്ളത്. ഉമ്മു ദർദ റളിയല്ലാഹു അൻഹു വളരെ മോശപ്പെട്ട ഒരു വസ്ത്രവും ധരിച്ച് മെലിഞ്ഞൊട്ടിയ ശരീരവുമായി കൊണ്ടാണ് അവിടെ കാണപ്പെട്ടത്. അപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു ചോദിക്കണേ, എന്താണ് ഈ വേഷം, എന്താണ് ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മു ദർദ റളിയല്ലാഹു അൻഹു പറയാണ്, അബൂ ദർദ ഇനി പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ല, ദുനിയാവിനോട് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ല, പിന്നെ ഞാൻ ആർക്കു വേണ്ടിയാണ് ഇനി അണിഞ്ഞൊരുങ്ങുന്നത് എന്ന് ചോദിച്ചപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു അവിടെ കാത്തു നിന്നു. അബൂ ദർദ റളിയല്ലാഹു അൻഹു വരുന്നതും കാത്ത് നിന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഓവറായ വിരക്തിയെ
അധികമായ വിരക്തിയെ സൂചിപ്പിച്ചുകൊണ്ട് രാത്രി കിടന്നുറങ്ങണം, ഭാര്യയുമായി ബന്ധപ്പെടണം, ദുനിയാവുമായി ഒരു ചെറിയ ബന്ധമുണ്ടാകണം എന്നത് പഠിപ്പിച്ചു. ഭാര്യയുമായി ബന്ധപ്പെടാതെ, അതുപോലെ തന്നെ രാത്രി കിടന്നുറങ്ങാതെ ശരീരത്തിനെ തന്നെ വേദനിപ്പിക്കുന്ന രൂപത്തിലൊരു ഇബാദത്ത് എടുക്കാൻ റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു അനുവദിച്ചതിനെ അത് ജീവിതത്തിൽ കാണിക്കുന്ന രൂപത്തിൽ പ്രകടമാക്കി ജീവിക്കുക എന്നത് പ്രവാചകന്റെ തിരുവചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പ്രവാചകൻ ഇപ്രകാരം പറയുകയുണ്ടായി, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു ഭംഗിയുള്ളവനാണ്, ആ ഭംഗി ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, വയുഹിബ്ബു അൻ യറ അസറ നിഅമതിഹി അലാ അബ്ദിഹി, ഒരു അടിമയ്ക്ക് അള്ളാഹു നൽകിയ നിഅമത്തുകൾ അവൻ്റെ ശരീരത്തിൽ പ്രകടമായി കാണുവാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഒരാൾക്ക് സാധിക്കുന്ന രൂപത്തിൽ അവന് നല്ല വസ്ത്രം ധരിക്കാൻ കഴിയുമെങ്കിൽ അവൻ ധരിക്കണം, അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഭംഗിയായി ജീവിക്കാൻ, ഭംഗിയുള്ള വസ്ത്രം ധരിക്കാൻ, അത് പിന്നെ ആളുകളെ കാണിക്കാനോ ആളുകൾക്ക് മുമ്പിൽ പെരുമ നടിക്കാനോ വേണ്ടിയിട്ടല്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് തങ്ങളുടെ മാറിടങ്ങൾ കാണിക്കുന്ന രൂപത്തിൽ, ആളുകളെ ആകർഷിക്കുന്ന രൂപത്തിൽ, അതുപോലെ തന്നെ പുറത്തിറങ്ങുമ്പോൾ സ്പ്രേയൊക്കെ അടിച്ച് ഒരു ആകപ്പാടെ മറ്റുള്ളവരെ വസ്വാസാക്കുന്ന, തിന്മയിലേക്ക് നയിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണമല്ല പറഞ്ഞത്. മറിച്ച് ഭംഗിയുള്ള വസ്ത്രം ധരിക്കാം, ഭംഗിയുള്ള പർദ അത് ഏറ്റവും നല്ല രൂപത്തിൽ ധരിക്കാം. ഭർത്താവിൻ്റെ മുമ്പിൽ വീട്ടിൽ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഏറ്റവും നല്ല ഭംഗിയോടുകൂടി നല്ല വസ്ത്രം ധരിച്ച് ഏറ്റവും നല്ല അഴകുള്ള ആളായി അവിടെ റൂമിലേക്ക് പ്രവേശിക്കാം. ഇതൊക്കെ ഇസ്ലാം അനുവദിച്ച കാര്യങ്ങളാണ്. ഈ അള്ളാഹുവിൻ്റെ അൽ ജമീൽ എന്ന നാമം പഠിക്കുമ്പോൾ അള്ളാഹു ആ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു എന്നതുകൂടി മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭംഗിയാകാൻ ശ്രമിക്കുക. കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളും കുളിച്ചു മാറ്റാത്ത അവസ്ഥകളും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നു, ആ ഭംഗിയും ശുദ്ധിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അള്ളാഹു ജമീലാണ്, അള്ളാഹുവാണ് ഈ ലോകത്ത് ഭംഗിയെല്ലാം സംവിധാനിച്ചിട്ടുള്ളത്. അത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കി ആ നാമം തേടുന്ന തേട്ടം നമ്മുടെ ജീവിതത്തിൽ ശുദ്ധിയും വൃത്തിയും അതുപോലെ തന്നെ ഭംഗിയും ഉണ്ടാകണം എന്നതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.